കഞ്ചാൻതോട്ടിലകപ്പെട്ട് മരണമടഞ്ഞ ജോയിയുടെ സംസ്കാര ചടങ്ങുകൾ പൂർത്തിയായി. വീട്ടിലെത്തി ഉപചാരമർപ്പിച്ച മേയറും എംഎൽഎയും. കിട്ടിയത് പഴവങ്ങാടി തകരപ്പറമ്പിലെ കനാലിൽ നിന്ന്. കുടുംബത്തിന് സഹായം ഉറപ്പു നൽകി മേയറും എംഎൽഎയും. ജോയിയുടെ ആശ്രിതർക്ക് സഹായം വേണമെന്ന കുടുംബം. ജോയിയുടെ സഹോദരന്റെ മകന് റെയിൽവേയിലോ നഗരസഭയിലോ ജോലി നൽകണമെന്ന ആവശ്യം. അമ്മയ്ക്ക് വീടും വീട്ടിലേക്ക് വഴിയും ഉറപ്പാക്കണമെന്നും കുടുംബത്തിന്റെ ആവശ്യം. തിരച്ചിലിനിടയിലും രാഷ്ട്രീയ മുതലെടുപ്പിന് പ്രതിപക്ഷ ശ്രമം നടക്കുന്നുവെന്ന് മന്ത്രി എം.പി. രാജേഷ്. പ്രതിപക്ഷ നേതാവ് കാത്തിരിക്കുവാനുള്ള ക്ഷമ കാണിക്കണമായിരുന്നു. ആരെയും പഴിചേരാൻ ഉദ്ദേശിക്കുന്നില്ലെന്നും മന്ത്രി. ദൗത്യത്തിന്റെ ഭാഗമായവർക്ക് അഭിനന്ദനം. റെയിൽവേക്കെതിരെ ആഞ്ഞടിച്ച മന്ത്രി എം.പി. രാജേഷ്. റെയിൽവേ വേസ്റ്റ് ജനറേറ്ററായി മാറിയെന്ന വിമർശനം. ഹൈക്കോടതി പറഞ്ഞിട്ട് പോലും മാലിന്യ നിർമ്മാർജ്ജത്തിന് റെയിൽവേ തയ്യാറായില്ല. യോഗങ്ങളിലോ നോട്ടീസിലോ പ്രതികരിക്കാൻ പോലും തയ്യാറാകാത്ത റെയിൽവേ പഴിചാരാൻ മാത്രം ശ്രമിക്കുന്നുവെന്നും മന്ത്രി എം.പി. രാജേഷ്. ജോയിയുടെ മരണത്തിൽ സർക്കാരിനെതിരെ പ്രതിപക്ഷം. ഉത്തരവാദികൾ സർക്കാരും നഗരസഭയും റെയിൽവേയും എന്ന കെ.പി.സി.സി അധ്യക്ഷൻ. കുടുംബത്തിന് നഷ്ടപരിഹാരം ഉറപ്പാക്കണമെന്നും സുധാകരൻ. കോർപ്പറേഷനും റെയിൽവേയും തമ്മിലുള്ള പ്രശ്നം സർക്കാർ തീർപ്പാക്കണമെന്ന പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. ജോയിയുടെ മാതാവിനെ സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്ക് കത്ത് നൽകി സി.കെ. ഹരീന്ദ്രൻ എം.എൽ.എ. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ലിഫ്റ്റിൽ രോഗി കുടുങ്ങിക്കിടന്നത് 1.5 ദിവസം. കുടുങ്ങിയത് ഓർത്തോ ഒ.പിയിൽ വന്ന തിരുവനന്തപുരം സ്വദേശി രവീന്ദ്രൻ. ശനിയാഴ്ച 11 മണിക്ക് കുടുങ്ങിയ രവീന്ദ്രൻ പുറത്തിറങ്ങിയത് ഇന്ന് രാവിലെ. സംഭവത്തിൽ മെഡിക്കൽ കോളേജിലെ 3 ജീവനക്കാർക്ക് സസ്പെൻഷൻ. ഇമ്രാൻഖാന്റെ പാർട്ടി നിരോധിക്കാൻ നീക്കം. ദേശദ്രോഹമടക്കമുള്ള കുറ്റം ചുമത്തിയാണ് നടപടി. ഷഹബാസ് ഷെരീഫ് സർക്കാരിൻ്റെതാണ് നടപടി. തെരീഖ് എ ഇൻഖാഖ് പാകിസ്ഥാനിലെ ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി മാറിയതിന് പിന്നാലെയാണ് നീക്കം. വിഴിഞ്ഞത്ത് കപ്പൽ കാണാനെത്തിയ യുവാവിനെ കടലിൽ വീണ് കാണാതായത് ആഴിമല സ്വദേശി അജീഷിനെ. സംഭവം പുളിങ്കുടി ആവണങ്ങപ്പാറയിൽ. കൊച്ചി കടവന്ത്രയിൽ ഹോട്ടലിന്റെ മുകളിൽ നിന്നും താഴെ വീണ് 23-കാരൻ മരിച്ചു. മരിച്ചത് വൈറ്റില പൊന്നുരുന്നി സ്വദേശി ക്രിസ് ജോർജ്. കേരളത്തിൽ ദുരിതം വിതച്ച് പരക്ക മഴ. മലപ്പുറം, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ റെഡ് അലർട്ട്. 5 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്. തൃത്താലയിൽ സ്കൂളിന് മുകളിലേക്ക് മരം വീണു. കോഴിക്കോട് വടകരയിൽ റോഡിനരികിൽ പാർക്ക് ചെയ്ത കാറിന് മുകളിലേക്ക് മരം കടപുഴകി വീണു. എറണാകുളത്ത് 2ഇടങ്ങളിൽ മരം വീണ ഗതാഗതം തടസ്സപ്പെട്ടു. കേരള തീരത്ത് ജാഗ്രതാ നിർദ്ദേശം. മത്സ്യബന്ധനത്തിന് വിലക്ക്. കോഴിക്കോട് മൊബൈൽ ഷോപ്പ് ഉടമയെ തട്ടിക്കൊണ്ടുപോയതായി പരാതി. പറമ്പിൽ ബസാർ സ്വദേശി അർഷാദിനെ തട്ടിക്കൊണ്ടുപോയതിന് പിന്നിൽ സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട തർക്കമെന്ന സൂചന. സംഭവത്തിൽ പോലീസിനെതിരെ അർഷാദിന്റെ കുടുംബം പരാതി നൽകി 1 ദിവസം പിന്നിട്ടിട്ടും കാര്യമായി ഇടപെടൽ നടത്തിയില്ലെന്ന ആരോപണം. കണ്ണൂരിൽ പെട്രോൾ പമ്പ് ജീവനക്കാരനെ കൊലപ്പെടുത്തുവാൻ ശ്രമിച്ച പോലീസുകാരനെ അറസ്റ്റ് ചെയ്തു. അറസ്റ്റിലായത് AR ക്യാമ്പിലെ മെസ് ഡ്രൈവർ സന്തോഷ് കുമാർ. പമ്പ് ജീവനക്കാരനെ ആക്രമിച്ചത് ഇന്ധനം നിറച്ച് പണം നൽകാതെ പോയത് തടഞ്ഞപ്പോൾ. അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ കർണാടക ഉപമുഖ്യമന്ത്രി DK ശിവകുമാറിന് തിരിച്ചടി. CBI കേസ് റദ്ദാക്കണമെന്ന ഹർജി സുപ്രീം കോടതി തള്ളി.
DK ശിവകുമാർ സുപ്രീം കോടതിയെ സമീപിച്ചത് കേസ് റദ്ദാക്കാൻ വിസമ്മതിച്ച് ഹൈക്കോടതി ഉത്തരവിനെതിരെ. തൃശൂർ മേയർ വിഷയത്തിൽ നിലപാട് കടുപ്പിച്ച് CPI. മേയറുടെ രാജി ആവശ്യത്തിൽ നിന്ന് പിന്നോട്ടില്ലെന്ന് CPM ജില്ലാ സെക്രട്ടറി അറിയിച്ച് CPI ജില്ലാ സെക്രട്ടറി KK വത്സരാജ്. LDF ജില്ലാ യോഗത്തിൽ വിഷയം ചർച്ച ചെയ്യുവാൻ തയ്യാറായില്ലെങ്കിൽ മേയർക്കുള്ള പിന്തുണ പിൻവലിക്കുമെന്നും CPI. PSC കോഡ് ആരോപണത്തിൽ CPM സംസ്ഥാന നേതൃത്വത്തിന് പരാതി നൽകാൻ പ്രമോദ് കോട്ടൂളി. അന്വേഷണ ഏജൻസികൾക്ക് പരാതി നൽകുന്നത് നിയമവിദഗ്ധരുമായി കൂടിയാലോചിച്ച ശേഷമെന്ന പ്രമോദ്. മന്ത്രി മുഹമ്മദ് റിയാസ് നേതൃത്വത്തിന് നൽകിയ പരാതിയെക്കുറിച്ച് അറിയില്ല. ഭക്ഷണം കൊടുത്ത കൈക്ക് തിരിച്ചു കൊത്തരുതെന്നും പ്രമോദ് കോട്ടൂളി. തിരുവനന്തപുരം പൊഴിയൂരിൽ സ്കൂൾ ബസ് തോട്ടിലേക്ക് മറിഞ്ഞു. അപകടത്തിൽപ്പെട്ടത് നെയ്യാറ്റിൻകര കാരോട് കിഡ്സ് വാലി സ്കൂളിലെ ബസ്. സാരമായി പരിക്കേറ്റ വിദ്യാർത്ഥികളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. KCA ക്രിക്കറ്റ് കോച്ച് മനുവിനെതിരെ അന്വേഷണം ആവശ്യപ്പെട്ട് പെൺകുട്ടികളുടെ മാതാപിതാക്കൾ നൽകിയ ഹർജി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. അന്വേഷണം ക്രൈംബ്രാഞ്ചിന് കൈമാറണമെന്നും ADGPയുടെ മേൽനോട്ടത്തിൽ DYSP റാങ്കിൽ കുറയാത്ത ഉദ്യോഗസ്ഥനെ അന്വേഷിക്കണമെന്നും ആവശ്യം. കണ്ണൂർ ഇരിട്ടി വാണിയപ്പാറയിൽ പുലിയിറങ്ങിയെന്ന നാട്ടുകാർ. വാണിയപ്പാറ പള്ളിമുറ്റത്ത് പുലിയുടേതെന്ന് കരുതുന്ന കാൽപ്പാടുകൾ കണ്ടെത്തി. പള്ളിമുറ്റത്തുണ്ടായിരുന്ന നായയെ കാണാനില്ല. രാജ്യത്തെ കേന്ദ്ര സർവകലാശാലകളിലേക്കുള്ള CUET UG പരീക്ഷാ തീയതി പ്രഖ്യാപിച്ച NTA. പരീക്ഷ ജൂലൈ 19-ന്. ഓൺലൈനായി പരീക്ഷ നടത്തുമെന്ന NTA. ഡൊണാൾഡ് ട്രംപിനെതിരെയുണ്ടായ ആക്രമണത്തിൽ അന്വേഷണം പുരോഗമിക്കുന്നതായി അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ. ആക്രമണയുടെ കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ലെന്നും അനാവശ്യ പ്രചരണങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കണമെന്നും അഭ്യർത്ഥന. സമൂഹത്തിൽ സ്പർദ്ധ വളർത്തുന്ന തരത്തിലുള്ള പ്രചാരണങ്ങൾ പാടില്ലെന്നും ബൈഡൻ. കോപ്പയിൽ മുത്തമിട്ട മെസ്സി പട. Argentina celebra un país, celebra Argentina. Y para todos, y para que vos festejes, señoras y señores, Argentina es el campeón de América. കൊളംബിയയെ തകർത്തത് ലൗട്ടോറോ മാർട്ടിനസിന്റെ ഗോളിൽ. അർജന്റീനയുടെ 16ാം കോപ്പ അമേരിക്കൻ കിരീടം. മെസ്സിക്ക് സീനിയർ ടീമിനൊപ്പം 4ാം കിരീടം. യൂറോ കപ്പിൽ സ്പെയിൻ ചാമ്പ്യന്മാർ. ഫൈനലിൽ ഇംഗ്ലണ്ടിനെ തകർത്തത് 1-2 ഗോളിന്. സ്പെയിനിന്റെ 4ാം യൂറോ കപ്പ് കിരീടം. യൂറോ ഫൈനലിൽ ഇംഗ്ലണ്ട് തോൽക്കുന്നത് തുടർച്ചയായ 2ാം തവണ. യൂറോ കപ്പിൽ 7 മത്സരങ്ങളും ജയിച്ച് കപ്പടിക്കുന്ന ആദ്യ ടീമായി സ്പെയിൻ. സിംബാബ്വെക്കെതിരായ 5ാം T20-യിൽ ഇന്ത്യക്ക് 42 റൺസിന്റെ തകർപ്പൻ ജയം. 167 റൺസ് പിന്തുടർന്ന സിംബാബ്വെ 125-ന് ഓൾ ഔട്ട്. ശിവം ദുബൈ കളിയിലെ താരം. മുകേഷ് കുമാറിന് 4 വിക്കറ്റ്. അർദ്ധ സെഞ്ചുറി നേടിത്തിളങ്ങി സഞ്ജു സാംസൺ. വാഷിംഗ്ടൺ സുന്ദർ പരമ്പരയിലെ താരം. മലയാളി താരം മിന്നു മണി ഇന്ത്യൻ ടീം ക്യാപ്റ്റൻ. ഓസ്ട്രേലിയൻ പര്യടനത്തിൽ 3 ഫോർമാറ്റിലും നയിക്കും. ഇന്ത്യ കളിക്കുക 3 വീതം ഏകദിന T20 മത്സരങ്ങളും 1 ടെസ്റ്റും. മലയാളി താരം സഞ്ജന സജീവനും ടീമിൽ. കാസർഗോഡ് ബേക്കലിൽ 11-കാരി തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ചു. വൈദ്യപരിശോധനയിൽ പീഡനം നടന്നതായി കണ്ടെത്തൽ. ബേക്കൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു.